നീ അന്യപുരുഷന്മാരെ ത്രസിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ ആ ത്രസിപ്പിച്ചതിന്റെ ശിക്ഷയൊന്ന്, മറ്റൊന്നോ നിന്റെ ശരീരം വിടവാക്കുന്നതിന്റെ ശിക്ഷ മറ്റൊന്ന്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ ഇത് വെച്ചുകൊണ്ട് ചിലപ്പോൾ ഒരു ഇവിടെ ഉണ്ടാവുമെന്നറിയില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. കാരണം ഇവിടെ പള്ളിശ്ശേരിയിൽ ഒരുപാട് നാൾ ദർശനമുള്ള സ്ഥലം, വീടുള്ള സ്ഥലം. അപ്പം അതിനെ സംബന്ധിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ല, നമുക്ക് പറയേണ്ട ആവശ്യമില്ല. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവർ, ഇന്നിവിടെ നടക്കുന്ന സംഭവങ്ങൾ എങ്ങനെയാണ് ഞാനിങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട് പലപ്പോഴും. ഇപ്പൊ ഞാൻ ശ്രദ്ധിച്ച എന്റെ കണക്കോട് കണ്ടാലും പറയും, അതായത് നീ പറഞ്ഞെന്ന വയസ്സല്ല, ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ ഉമ്മായി മറുപടി പോകുമ്പോൾ മകളെ നല്ല സുന്ദരമായി മറിച്ചിരിക്കുന്നു, ഉമ്മ മറിച്ചിട്ടുണ്ട്. ചിലരുടെ സാരിയൊക്കെ ഇനി ഇവിടെ കിടന്ന് ഇങ്ങനെ ഇഴയുമായിരിക്കും. പുരുഷന്മാരുടെ മുണ്ട് മറയുന്നതിന് പകരമായിട്ട് ഇപ്പം ചിലരുടെ ഇത് കിടന്ന് ഇങ്ങനെ താഴെ കിടന്ന് ഇങ്ങനെ ഇഴഞ്ഞ് മറയുമായിരിക്കും അല്ലേ? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താ? വതുഖീമുസ് സലാത്ത് വതുഉതിസ് സകാത്ത്. നിസ്കാരം നിലനിർത്തുക. നിസ്കാരമില്ലാത്ത മനുഷ്യന് സ്വർഗത്തിൽ കടക്കാൻ പറ്റില്ല എന്ന് ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് നിസ്കാരമുണ്ടാകണം. നിസ്കാരമില്ലെങ്കിൽ ആ മനുഷ്യനെ കൊണ്ട് എന്ത് നേട്ടമാണ്? ഹയ്യാൽ സലാഹിന്റെ ധ്വനി കേൾക്കുമ്പോൾ, ഹയ്യാൽ ഫലാഹിന്റെ ധ്വനി കേൾക്കുമ്പോൾ നീ പള്ളിയിലേക്ക് ഓടിയെടുക്കുക. ജമാഅത്തായി സംഘടിതമായി നിസ്കരിക്കാൻ വേണ്ടി നീ പള്ളിയിലേക്ക് ഓടിയെടുക്കുക. നീ പള്ളിയിലേക്ക് ഓടിയെടുക്കുമ്പോൾ നിന്റെ മനസ്സിലുണ്ടാകുന്ന ഒരു സുഖം, ഇമാമോടൊപ്പം നിസ്കരിക്കുമ്പോൾ നിന്റെ മനസ്സിലുണ്ടാകുന്ന ഒരു വല്ലാത്ത സുഖം, ആ സുഖം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സുഖമാണ്. അറിയില്ലേ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് റബീഅ റളിയല്ലാഹു അൻഹു വന്ന് നിൽക്കുമായിരുന്നു. നിസ്കാരത്തിന്റെ പോലിശ പറയുമ്പോൾ, നിസ്കാരത്തിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. റബീഅ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് വന്ന് നിൽക്കുകയാണ്. ഇതാ വളരെ അതിശക്തമായ തണുപ്പ് സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ റബീഅയോട് പറയുന്നു, റബീഅ നീ ഒന്ന് പോവുക, വീട്ടിലേക്ക് പോവുക റബീഅ എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് റസൂൽ പറയുമ്പോൾ റബീഅ റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയേ, ഈ അതിശക്തമായ തണുപ്പ് സമയത്ത് അങ്ങക്കൊന്ന് പ്രഭാതത്തിൽ വുളൂ എടുക്കണമെങ്കിൽ ആരാണ് നബിയേ അങ്ങക്ക് വുളൂ എടുക്കാൻ വേണ്ടി വെള്ളം ചൂടാക്കി കൊണ്ടുവരിക? അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന റബീഅ റളിയല്ലാഹു അൻഹു, ആ റബീഅ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ മുത്തനബി പറയുകയാണ്, റബീഅ നീ വീട്ടിലേക്ക് പോവുക എന്ന് വീണ്ടും പറയുകയാണ്. അപ്പോഴും പറയുന്ന നബിയേ, ഈ അതിശക്തമായ തണുപ്പിന്റെ സമയത്ത് എങ്ങനെയാണ് നബിയേ അങ്ങേ വിട്ടിട്ട് എനിക്ക് പോകാൻ കഴിയുന്നില്ല നബിയേ. പ്രഭാതത്തിൽ എണീക്കുമ്പോൾ, ഈ അതിശക്തമായ തണുപ്പിന്റെ സമയത്ത് എണീക്കുമ്പോൾ അങ്ങക്ക് ഒന്ന് വുളൂ ഉണ്ടാക്കാൻ വെള്ളം ചൂടാക്കി കൊണ്ട് തരാൻ ആരാണ് നബിയേ ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ട് റബീഅ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിൽ നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബീഅയോട് പറഞ്ഞു, റബീഅ നീ എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കൂ. റബീഅ നീ എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കൂ. റബീഅ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് വല്ലാത്ത സ്നേഹമുള്ള റബീഅ റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂലിനോട് വല്ലാത്ത ബഹുമാനമുള്ള റബീഅ റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂലിനോട് അങ്ങേയറ്റം സ്നേഹമുള്ള ഇഷ്ടമുള്ള റബീഅ റളിയല്ലാഹു അൻഹു വിട്ടുമാറാതെ അവിടുന്ന് പോകാതെ അവിടെ തന്നെ നിന്ന കാരണത്താൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സലൂനി യാ റബീഅ, എന്നോട് എന്ത് വേണമെങ്കിലും നീ ആവശ്യപ്പെട്ടുകൊള്ളുക എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂലിനോട് റബീഅ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന,
നബിയേ, അങ്ങയോടൊപ്പം ഒട്ടൊരുമി അങ്ങ് സ്വർഗത്തിലിരിക്കാൻ എനിക്ക് വല്ലാത്ത ഭൂതിയുണ്ട്, വല്ലാത്ത ആഗ്രഹമുണ്ട് നബിയേ എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതല്ലാതെ മറ്റൊന്നും നിനക്ക് ചോദിക്കാനില്ലേ റബിയ? വീണ്ടും പറഞ്ഞു അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയോടൊപ്പം എനിക്ക് മുറാഫഖത്താണ്, സ്വർഗത്തിൽ അങ്ങയോടൊപ്പം എനിക്ക് കൂടരുമിയിരിക്കണം നബിയേ, അതാണ് ഞാൻ ചോദിക്കുന്നതെന്ന് വീണ്ടും വീണ്ടും പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ റബിയ, എന്നെ നീ സുജൂദ് വർദ്ധിപ്പിക്കൽ കൊണ്ട് എന്നെ സഹായിക്കുക എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബീഅയോട് പറയുമ്പോൾ എന്താണ് റബീഅയോട് പറഞ്ഞത്? റബീഅ, നീ ഒരുപാട് നിസ്കരിച്ചു കൊള്ളുക, ഒരുപാട് ഇബാദത്ത് ചെയ്തു കൊള്ളുക റബീഅ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, സ്വർഗ്ഗത്തിലേക്ക് കടക്കാനുള്ള ഒരു ചൗട്ടപടിയാണ് ഇബാദത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പ്രഭാതപുലരിയിൽ എണീറ്റ് പോകുന്ന നമ്മൾ, ജോലി കഴിഞ്ഞ് ക്ഷീണിതരായി നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ ഇബാദത്ത് നമ്മൾ മുടക്കാൻ പാടില്ല, ഇബാദത്ത് നമ്മൾ കളയാൻ പാടില്ല, അല്ലാഹുവിനെ നമ്മൾ മറക്കാൻ പാടില്ല, പടച്ചറബിനെ മറക്കുന്ന ഒരു ജീവിതം ഉണ്ടാകാൻ പാടില്ല. ഇതിനെയൊക്കെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയ സുഹൃത്ത് നാളെ ഈ നിസ്കാരത്തിന്റെ ശിക്ഷയെ സംബന്ധിച്ചും അതുപോലുള്ള മഹാനുഭാവന്റെ കറാമത്തിനെ സംബന്ധിച്ചും ഇൻഷാ അല്ലാഹ് പറയുന്നത് കൊണ്ട് ഞാൻ സുദീർഘമായി കടക്കുന്നില്ല. അതുകൊണ്ട് സ്വർഗത്തിൽ കടക്കണോ എന്റെ മുസ്ലിമേ, ഇബാദത്ത് നിനക്ക് നിർബന്ധമാണ്. നീ ഏത് കമ്മിറ്റിക്കാരനാണെങ്കിലും, നീ അതല്ല അതിനേക്കാട്ടിൽ അപ്പുറമാണെങ്കിലും, ഏതാണെങ്കിലും ഇതൊക്കെ കൊണ്ട് ചെയ്യുന്നതിന്റെ നേട്ടം നിനക്ക് സ്വർഗമാണ് നീ ആഗ്രഹിക്കുന്നെങ്കിൽ, അല്ലാഹുവെയാണ് നീ ആഗ്രഹിക്കുന്നെങ്കിൽ, അല്ലാഹുവിന്റെ പ്രീതിയാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ, അല്ലാഹുവിന്റെ സ്നേഹമാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ എന്റെ പൊന്നുമോനെ നീ നിസ്കരിക്കണമെന്നാണ്. നിസ്കരിക്കാത്തവനുമായി നീ കൂട്ടുകെട്ടല്ലേ പൊന്നുമോനെ. പള്ളിയിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന് ഇമാമത്തായി ജമാഅത്തായി പള്ളിയിൽ വന്ന് നീ നിസ്കരിക്കാൻ വേണ്ടി നീ മുൻനിരയിൽ നിന്നാൽ മാത്രമേ നിനക്കും നിന്റെ കുടുംബത്തിനും വിജയമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ റസൂൽ സ്വർഗം ചോദിച്ചു വന്ന സ്വഹാബിയോട് പറഞ്ഞത് നിസ്കാരം നിലനിർത്തുക. നിസ്കാരം നിലനിർത്തുന്ന പറയുമ്പോൾ തിങ്കളാഴ്ച നിസ്കരിച്ചു, വ്യാഴാഴ്ച നിസ്കാരം, വെള്ളിയാഴ്ച നിസ്കാരം, എന്ത് നിസ്കാരം? തിങ്കളാഴ്ച നിസ്കാരം ഉണ്ട്. നിസ്കാരം അറിയോ? തിങ്കളാഴ്ച ഞങ്ങളെ ഭാഗത്തുള്ള നിസ്കരിക്കും. ഏത് നിസ്കാരമാ? തിങ്കളാഴ്ച ചന്തയിൽ പോകുമ്പോ കൊണ്ടുപോകുന്ന സാധനം വിറ്റഴിയണം. വ്യാഴാഴ്ച നിസ്കരിക്കും. ഇപ്പൊ തിങ്കളാഴ്ച അല്ല, വെള്ളിയാഴ്ച ഇപ്പൊ ചന്തയുടെ ടൈം ആണെന്ന് തോന്നുന്നു. എന്നാ വെള്ളിയാഴ്ച എന്തായാലും ചന്തയിൽ പോകുന്നതിന്റെ സുഖം നിസ്കരിക്കും. പിന്നെ ചന്തയിൽ പോയിട്ടൊക്കെ വന്ന് ക്ഷീണിതനായി സാധനങ്ങളെല്ലാം വിറ്റഴിയോ സുഖസ്കരിച്ചിട്ട് പോലെ എന്തോ ഒരു അലക്കുന്നില്ല, എന്തോ ഒരു റാഹത്താണ്. നിസ്കരിച്ചിട്ട് തിരിച്ചു വന്നപ്പോഴൊക്കെ വന്നിരുന്ന് പറഞ്ഞു ജുമാ പോകും, വന്നിരുന്ന് ക്ഷീണം കാരണം കിടന്ന് പറയുമ്പോൾ ജുമാ പോകും. ഇക്കാഴ്ച പുസ്തകം അവിടെ കാണുന്നില്ല. എന്ന് പറയുന്നത് നിസ്കരിക്കുന്ന പള്ളിയിലാരെങ്കിലും. എന്നാൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഉസ്താദിന്റെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടേയിരിക്കുകയാ. നിസ്കരിക്കണം, നോമ്പ് പിടിക്കണം, ദിക്ർ ചെല്ലണം, സ്വലാത്ത് ചെല്ലണം എന്ന് ഉസ്താദ് പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഇനി എന്നാണ് നീ എന്ന് നന്നാവുക? നിന്റെ തലയ്ക്ക് മുകളിൽ ഇസ്രായേൽ വട്ടമിട്ട് പറക്കുന്നു. എന്നിപ്പോഴാണ് നിന്റെ റൂഹ് പിടിക്കുന്നതെന്നറിയില്ല. ഇപ്പോൾ വയസ്സായവരെ കാട്ടിൽ നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ മരിച്ചു പോകുന്നു. ചുറുചുറുക്കുള്ള ആളുകൾ പള്ളികളിൽ ഉണ്ടാകുന്നു, വിവാദത്തിൽ ഉണ്ടാകുന്നില്ല. ഇതാ സഫ് ലെവലാക്കാൻ വേണ്ടി നമ്മൾ വലത്തോട്ടും ഇടത്തോട്ടും നോക്കുമ്പോൾ ചെറുപ്പക്കാരെ കാണുന്നില്ല. പിന്നെയും നടക്കാൻ വയ്യാത്ത കുറെ വയോവൃദ്ധരാണ് വലതും ഇടതും നിൽക്കുന്നത്. ചെറുപ്പക്കാരൊക്കെയോ ഉറക്കമാണ്, നല്ല ഉറക്കമാണ്. ഈ വയോവൃദ്ധരുടെ മക്കളും, ഈ പള്ളിയിൽ വന്ന വയോവൃദ്ധരുടെ മക്കളും വീട്ടിൽ കിടന്നിറങ്ങുകയാണ്. വയോവൃദ്ധർ ഇങ്ങനെ ആടിയുറഞ്ഞു വരുന്ന പള്ളിയിൽ നിസ്കരിക്കാൻ. എന്നാൽ ആ മക്കളെ കൂടി വിളിച്ചു കൊണ്ടുവാ. അതുകൊണ്ടല്ലേ ഖാതമുൽ അംബിയാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നീ പള്ളിയിലേക്ക് പോകുമ്പോൾ നിന്റെ പൊന്നുമോനുണ്ടല്ലോ, 7 വയസ്സായ നിന്റെ പൊന്നുമോൻ, 10 വയസ്സായ നിന്റെ പൊന്നുമോൻ, ഔലാദക്കും ബിസ്സലാ വഹും 7 സിനീൻ,
അള്ളാഹുവിന്റെ റസൂൽ ഇതെന്തിനാ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്? എന്റെ പ്രിയപ്പെട്ടവരെ, ചിന്തിക്കുക. നിങ്ങൾ 7 വയസ്സായ മക്കളോട് നിസ്കരിക്കണേ 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 എന്ന് പറയുക, കൽപ്പിക്കുക.